നമസ്കാരം. വെൽക്കം ടു യോഗ സ്റ്റോറീസ് ബൈ ശ്രീപതി. നമ്മൾ ശാരീരികമായി എന്തൊരു അഭ്യാസം ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ട് കുറച്ച് പ്രിപ്പറേറ്ററി പ്രാക്ടീസസ് ചെയ്യാനുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ജോയിൻസ് ഒക്കെ അത്യാവശ്യം സ്റ്റിഫായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ നേരിട്ട് യോഗാസനങ്ങളോ അല്ലെങ്കിൽ ജിം വർക്കൗട്ട്സോ എന്തു തന്നെ ആവട്ടെ അത് ചെയ്യുകയാണെങ്കിൽ ഇഞ്ചറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജോയിൻസിനെല്ലാം നന്നായിട്ട് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള വർക്കൗട്ടുകളെ അല്ലെങ്കിൽ എക്സസൈസുകളെ നമ്മൾ ലൂസനിങ് എക്സസൈസസ് അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജോയിൻസ് എല്ലാം ലൂസ് ആവുകയും അപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യുന്ന ആസനങ്ങൾ കൂടുതൽ എളുപ്പത്തിലും കൂടുതൽ സുഖപ്രദമായും കൂടുതൽ ഫലപ്രദമായും ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ പൊതുവെ പറയുന്നത് കേൾക്കാം, എനിക്ക് മുട്ടുവേദനയുണ്ട്, കൈവേദനയുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ്. ഇതൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് നമ്മുടെ മൊബിലിറ്റി കുറയുമ്പോഴും അതുപോലെ തന്നെ സ്ട്രെങ്ത് കുറയുമ്പോഴുമാണ്. ഈ പറയുന്ന ശിഥിലീകരണ വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബിലിറ്റി ഇല്ലായ്മയ്ക്ക് നല്ല രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാവും. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അതായത് നമ്മുടെ അപ്പർ ബോഡിക്കുള്ള വ്യായാമങ്ങളും രണ്ടാമത് ലോവർ ബോഡിക്കുള്ള വ്യായാമങ്ങളും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നെക്കിനുള്ള വ്യായാമങ്ങളെയും ഉൾപ്പെടുത്താം. ഇതിൽ ഓരോ വ്യായാമങ്ങളും ദിവസേന മിനിമം 5 തവണയെങ്കിലും ചെയ്യണം. ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. യോഗ ഒരു ശീലമാക്കാം.